ഫോബ്സ് ലിസ്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഫോബ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫോബ്സ് മാസിക പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ ലിസ്റ്റ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആര്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. 2025 മാർച്ച് വരെയുള്ള ഡാറ്റകളുടെ ബേസിൽ തയ്യാറാക്കിയ ഫോബ്സ് ലിസ്റ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫോബ്സ് എന്നത് ഒരു പ്രസിദ്ധമായ അമേരിക്കൻ ബിസിനസ് മാസികയാണ്. 1917 BC ഫോബ്സ് ആണ് ഇത് ആരംഭിച്ചത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. ഫോബ്സ് തയ്യാറാക്കുന്ന പ്രശസ്തമായ കുറച്ച് ലിസ്റ്റുകളുടെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫോബ്സ് ബില്യണയേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളുടെ പട്ടികയാണ്. ഫോബ്സ് 400 എന്ന് പറയുന്നത് ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള അമേരിക്കൻസിന്റെ ലിസ്റ്റാണ്. ഫോബ്സ് 30 അണ്ടർ 30 എന്ന് പറയുന്നത് 30 വയസ്സിന് താഴെയുള്ള മികച്ച യുവ സംരംഭകരും പിന്നെ ആസൂത്രകരുമൊക്കെയാണ് ആ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഫോബ്സ് ഗ്ലോബൽ 2000 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 2000 കമ്പനികളുടെ ലിസ്റ്റാണ്. ഫോബ്സ് മോസ്റ്റ് പവർഫുൾ പീപ്പിൾ എന്ന് പറയുന്നത് ബിസിനസ് രംഗത്തും പൊളിറ്റിക്സ് രംഗത്തുമൊക്കെയുള്ള ഏറ്റവും പവർഫുൾ ആയ ആളുകളുടെ ലിസ്റ്റാണ്. മാർച്ച് വരെയുള്ള ഡാറ്റകളുടെ ബേസിലാണ് ഫോബ്സ് അവരുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് പ്രകാരം വേൾഡിലെ ഏറ്റവും ബില്യണയറായ വ്യക്തി എന്ന് പറയുന്നത് എലോൺ മസ്ക് ആണ്. ഇത് എക്സാംസിനൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു പേരാണ്. ഏറ്റവും ഫോബ്സ് ലിസ്റ്റ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആര് എന്നുള്ളത്. അപ്പോൾ ആൻസർ എലോൺ മസ്ക് ആണ്. എലോൺ മസ്ക് എന്ന് പറയുന്നത് ടെസ്ല, സ്പേസ് എക്സ് പോലുള്ള പ്രമുഖമായ കമ്പനികളുടെയൊക്കെ സിഇഒയും അങ്ങനെയുള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ടെസ്ല എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് കാർ നിർമ്മാതാവായ കമ്പനിയാണ്. അപ്പോൾ പിന്നെ ഈ സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്നത് ഒരു സ്വകാര്യ സ്പേസ് എക്സ്പ്ലോറേഷൻ കമ്പനിയാണ്. റോക്കറ്റ് പോലുള്ള വിക്ഷേപിക്കുക അങ്ങനെയുള്ള പർപ്പസുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്ല, സ്പേസ് എക്സ് എന്നീ പോലുള്ള കമ്പനികളാണ് എലോൺ മസ്കിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജെഫ് ബസോസ് എന്ന് പറയുന്ന ബില്യണയർ ആണ്. ജെഫ് ബസോസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ വ്യവസായിയും ആമസോൺ എന്ന കമ്പനിയുടെയും ബ്ലൂ ഓറിജിൻ എന്ന സ്പേസ് ടെക് കമ്പനിയുടെയും ഒക്കെ സ്ഥാപകനാണ്. അപ്പോൾ ജെഫ് ബസോസിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ആമസോൺ ആണ്. നെക്സ്റ്റ് ബില്യണയർ ആണ് മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സംരംഭകനും ടെക് വ്യവസായ പ്രമുഖനുമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഫേസ്ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്ഥാപിച്ച വ്യക്തിയാണ് ഈ മാർക്ക് സക്കർബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്ക് സുക്കർബർഗിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്. നെക്സ്റ്റ് ലാറി എലിസൺ എന്ന് പറയുന്നത് ആണ് അടുത്ത ബില്യണയർ. ലാറി എലിസണും ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനും ടെക് വ്യവസായ പ്രമുഖനും തന്നെയാണ്. ഒറാക്കിൾ കോർപ്പറേഷൻ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ സഹസ്ഥാപകനും മുൻ സിഇഒയുമാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒറാക്കിൾ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ലാറി എലിസന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബർണാഡ് അർണോൾട്ടിന്റെ ഒരു പ്രമുഖ ഫ്രഞ്ച് വ്യവസായിയും LVMH എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ബ്രാൻഡുകളുടെ കമ്പനി ചെയർമാനും സിഇഒയുമാണ്. അപ്പോൾ LVMH എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ബ്രാൻഡ് കമ്പനിയാണ് ആരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ബർണാഡ് അർണോൾട്ടിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബില്യണയർ ആണ് വാറൻ ബഫറ്റ് എന്ന് പറയുന്നത്. വാറൻ ബഫറ്റ് 6th പൊസിഷനാണ്. അദ്ദേഹം ബെർക്സൺ ഹാത്തവേ എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ ആണ്. ആ കമ്പനി തന്നെയാണ് വാറൻ ബഫറ്റിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നതും. നെക്സ്റ്റ് ലാറി പേജ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഫോർമർ സിഇഒ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ലാറി പേജിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്
സെർഗി ബ്രിൻ എന്ന് പറയണ ബില്യനെയർ. സെർഗി ബ്രിൻ എന്ന് പറയണ ബില്യനെയർ ഗൂഗിൾ എന്ന കമ്പനി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ സോഴ്സ്. നെക്സ്റ്റ് സ്റ്റീവ് ബാൾമർ, അദ്ദേഹത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എന്നുള്ള കമ്പനിയാണ്. നെക്സ്റ്റ് അമാൽസിയോ ഓർഗെ, അദ്ദേഹത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സാറ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാഷൻ ചെയിനാണ്. സാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാഷൻ ചെയിനാണ് ഈ അദ്ദേഹത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ക്ലോത്ത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാഷൻ ചെയിനാണ് സാറ എന്ന് പറയുന്നത്. അപ്പോൾ അമാൻസിയോ ഓർഡേഗയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സാറ എന്ന് പറയുന്ന ഫാഷൻ ചെയിനാണ്. ഫോബ്സ് മാസികയുടെ ആനുവൽ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 100 വുമൺസിൻ്റെ പേരുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള വുമൺ പേഴ്സണാലിറ്റീസിൻ്റെ പേരുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നിർമ്മല സീതാരാമൻ, 28ാമത്തെ റാങ്കാണുള്ളത്. ഇന്ത്യയുടെ ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്ററാണ് നിർമ്മല സീതാരാമൻ. ഇനി നെക്സ്റ്റ് റോഷ്നി നാഡർ മൽഹോത്ര, 81ാമത്തെ പൊസിഷനാണ്. HCL ടെക്നോളജിയുടെ ചെയർപേഴ്സണും സിഇഒയും ഒക്കെയാണ്. ഇനി നെക്സ്റ്റ് കിരൺ മസൂംദാർ ഷോ, 82ാമത്തെ റാങ്കാണ്. ഒരു മേജർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലീഡിംഗ് പേഴ്സണാലിറ്റിയാണ് കിരൺ മസൂംദാർ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇന്ത്യയിൽ നിന്നുള്ള മോസ്റ്റ് പവർഫുൾ വുമൺസ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഫോബ്സ് വേൾഡ് ബില്യനെയർ ലിസ്റ്റ് പ്രകാരം ബില്യനെയർ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മലയാളീസിൻ്റെ പേരാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് പൊസിഷനിലെത്തിയത് MA യൂസഫ് അലി ആണ്. നെക്സ്റ്റ് ജോയ് ആലുക്കാസ്, നെക്സ്റ്റ് ക്രിസ് ഗോപാലകൃഷ്ണൻ, 4th പൊസിഷൻ ഷംസീർ വയലിൽ, നെക്സ്റ്റ് രവി പിള്ളൈ, നെക്സ്റ്റ് സണ്ണി വർക്കി, പിന്നെ TS കല്യാണരാമൻ, PNC മേനോൻ, SD ഷിബുലാൽ, ഒച്ചൗസേബ് ചിറ്റിലപ്പള്ളി, നെക്സ്റ്റ് സാറ ജോർജ് മുത്തൂറ്റ്. ഫോബ്സിൻ്റെ ബില്യനെയർ ലിസ്റ്റിൽ സാറ ജോർജ് എന്ന് പറയുന്ന ഒരു വുമണിൻ്റെ പേര് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ആ സാറ ജോർജ് മുത്തൂറ്റ് എന്ന് പറയുന്ന വുമണാണ് ഫോബ്സിൻ്റെ ബില്യനെയർ ലിസ്റ്റിൽ ആദ്യമായി ഉൾപ്പെട്ട മലയാളി വുമൺ. അപ്പോൾ ഫോബ്സിൻ്റെ വേൾഡ് ബില്യനെയർ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയ ഫസ്റ്റ് മലയാളി വുമണാണ് സാറ ജോർജ് മുത്തൂറ്റ് എന്ന് പറയുന്നത്. ഫോബ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള 30 വയസ്സിന് താഴെയുള്ള യങ്ങസ്റ്റ് അച്ചീവേഴ്സിൻ്റെ പേരുകളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദേവൻ ചന്ദ്രശേഖരൻ, ഫ്യൂസിലേജ് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയാണ് അദ്ദേഹം. നെക്സ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അപർണ ബാലമുരളി, നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ടറാണ് അപർണ ബാലമുരളി. അപർണ ബാലമുരളിയും ഫോബ്സിൻ്റെ 30 വയസ്സിന് താഴെയുള്ള യങ്ങസ്റ്റ് അച്ചീവേഴ്സിൻ്റെ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.